വിജയ് ഉദയനിധി പോര് കനക്കുന്നു. തൃശാവിവാദത്തിൽ തുടങ്ങി അറസ്റ്റ് വരെ എത്തിയ ഏറ്റുമുട്ടൽ. സഭയ്ക്ക് പുറത്തും അകത്തും വാക്പോര്. കർണാടകയെ തടയാൻ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഉദയനിധിയുടെ ചോദ്യം. സർവകക്ഷി യോഗം വിളിക്കാത്തതിലും പ്രതിപക്ഷ വിമർശനം. നിയമസഭയിൽ പ്രമേയം പാസാക്കി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കാവേരി വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പോര് കൂടുതൽ ചൂടുപിടിക്കുകയാണ്. മുഖ്യമന്ത്രി വിജയും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച. സഭയ്ക്ക് പുറത്തും അകത്തും പരസ്പരം രൂക്ഷ വിമർശനങ്ങളുമായി ഇരു നേതാക്കളും രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നടി തൃഷയെ ഉന്നം വെച്ചുള്ള അധിക്ഷേപ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉദയനിധിക്കെതിരെ നടപടി സ്വീകരിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായത്. മണിക്കൂറുകൾക്കുള്ളിൽ വിജയ് സർക്കാരിന്റെ പോലീസ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്തതോടെ രാഷ്ട്രീയ വിവാദവും ശക്തമായി. അറസ്റ്റിനു പിന്നാലെ മുഖ്യമന്ത്രിയായ വിജയെ ഡമ്മി മുഖ്യമന്ത്രി എന്ന് പരിഹസിച്ചും രൂക്ഷമായി വിമർശിച്ചും ഉദയനിധി രംഗത്തു വന്നു. എന്നാൽ ഇപ്പോഴത്തെ പോര് വ്യക്തിപരമായ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കാവേരി നദീജല തർക്കവും മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതിയുമാണ് ഇരു നേതാക്കളും തമ്മിലുള്ള പ്രധാന പോരാട്ടത്തിന് വേദിയായിരിക്കുന്നത്. കർണാടക മുന്നോട്ട് വെക്കുന്ന മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതിയെ തമിഴ്നാടിന്റെ താൽപര്യങ്ങൾക്ക് വലിയ ഭീഷണിയായാണ് പ്രതിപക്ഷം കാണുന്നത്. കർണാടകയെ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് നിയമസഭയിൽ വിശദീകരിക്കണമെന്നാണ് ഉദയനിധിയുടെ ആവശ്യം. അതുമാത്രമല്ല, കാവേരി വിഷയത്തിൽ എന്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിക്കുന്നില്ലെന്നും ഉദയനിധി ചോദിക്കുന്നുണ്ട്. കർണാടക സർക്കാർ സർവകക്ഷി യോഗം വിളിച്ച് രാഷ്ട്രീയ ഭേദമന്യേ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ തമിഴ്നാട് സർക്കാർ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഇതോടൊപ്പം കർണാടക സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തെയും ഉദയനിധി കാര്യമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ കർണാടകയിലേക്ക് പോകുന്നതിന്റെ രാഷ്ട്രീയ പ്രസക്തിയും പ്രതിപക്ഷം ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിന് മറുപടിയുമായി മുഖ്യമന്ത്രി വിജയ് സഭയിൽ രംഗത്തെത്തി. അയൽ സംസ്ഥാനവുമായി ഒരു വിഷയത്തിൽ ചർച്ച നടത്തുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു വിജയുടെ ചോദ്യം. തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് താൻ കർണാടകയിലേക്ക് പോകുന്നതെന്നും അതിനിടെ താൻ അപമാനിക്കപ്പെട്ടാലും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും വിജയ് വ്യക്തമാക്കി. വിജയുടെ ഈ പ്രതികരണം സഭയിൽ വലിയ ശ്രദ്ധ നേടി. മേക്കേദാട്ടു അണക്കെട്ട് വിഷയത്തിൽ സർക്കാർ ഇതിനകം തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിജയ് പറഞ്ഞത്. മേക്കേദാട്ടു ഡാം പദ്ധതിക്കെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ടെന്നും പദ്ധതിയോടുള്ള എതിർപ്പ് അറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. ഇതോടെ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണെന്നും ഇനി സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നുമുള്ള നിലപാടാണ് വിജയ് സ്വീകരിച്ചത്. കാവേരി വിഷയത്തിൽ തമിഴ്നാടിന്റെ താൽപര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതേസമയം കാവേരി പോലുള്ള നിർണായക വിഷയങ്ങളെ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റരുതെന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നൽകി. എന്നാൽ പ്രതിപക്ഷം വിട്ടുകൊടുക്കാനുള്ള ഒരുക്കത്തിലല്ല. കർണാടകയുടെ നീക്കങ്ങൾക്കെതിരെ തമിഴ്നാട് കൂടുതൽ ശക്തമായ രാഷ്ട്രീയ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉദയനിധിയുടെ ആവശ്യം. അങ്ങനെ തൃശാവിവാദത്തിൽ തുടങ്ങി അറസ്റ്റ് വരെ എത്തി ഇപ്പോൾ കാവേരിയിലും മേക്കേദാട്ടുവിലും ഏറ്റുമുട്ടുന്ന വിജയ് ഉദയനിധി പോര് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഒരു വശത്ത് സർക്കാരിന്റെ ഭരണ നടപടികളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്ത് കാവേരി വിഷയത്തിൽ തമിഴ്നാടിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി. വരും ദിവസങ്ങളിൽ കാവേരി വിഷയത്തിൽ വിജയ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഉദയനിധിക്ക് കഴിയുമോ? അതോ രാഷ്ട്രീയ വിമർശനങ്ങളെ മറികടന്ന് കാവേരി വിഷയത്തിൽ ശക്തമായ നിലപാടുമായി വിജയ് മുന്നേറുമോ? തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അടുത്ത അധ്യായം ഇനി കാവേരി തീരങ്ങളിലായിരിക്കും എഴുതപ്പെടുക.